التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ-അർബഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് ഒരു അടിമയുടെ മേൽ തന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ വിവരിക്കുന്ന 40 അതല്ലെങ്കിൽ 40ഓളം വരുന്ന ഹദീസുകൾ, അതിലെ രണ്ടാമത്തെ ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. الحديث الثاني عن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم أنه قال: من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل. متفق عليه. عن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم قال: മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആരാണോ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്നും, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്നും, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്നും, വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിലേക്ക് അല്ലാഹു വിട്ടുകൊടുത്ത ഒരു കലിമത്താണ്, വാക്കാണ് എന്നും, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ് അഥവാ ആത്മാവാണ് എന്നും, വൽ ജന്നതു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ് എന്നും സാക്ഷ്യം വഹിക്കുന്നത്. അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമലി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാക്ഷ്യം വഹിച്ച ആളെ അയാളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ തൗഹീദിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഒരടിമയുടെ ഒന്നാമത്തെ ബാധ്യതയാണ് അവനെ ഏകനാക്കുക എന്നുള്ളത്. അതാണ് കഴിഞ്ഞ ഹദീസിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ഈ ഹദീസിലെ ആദ്യത്തെ ഭാഗം മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണ്, അതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരാൾ സാക്ഷ്യം വഹിച്ചു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇങ്ങനെ അർത്ഥം പറയുന്നത്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതാണ് അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. എന്നാൽ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്നതിനേക്കാൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ അതിലൊരു പരിപൂർണതയില്ല. കാരണം ആരാധിക്കപ്പെടുന്ന അനേകം വ്യക്തികളുണ്ട്, നിർജീവ വസ്തുക്കളുണ്ട്, പലതുമുണ്ട്. ആരാധ്യന്മാർ ധാരാളമുണ്ട്, ആലിഹത്തുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഹക്കായി ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ കാര്യത്തിൽ ഇതാണ് ഇതിന്റെ അർത്ഥം എന്നതിൽ 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് വരെ ഏകാഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർവികരായ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച അഭിപ്രായമാണ്. ലാ ഇലാഹ എന്ന വാക്കിലെ അൽ ഇലാഹ് എന്ന ആ പദം അതിനർത്ഥം അൽ മഅബൂദ് എന്നാണ്. അൽ മഅബൂദ് എന്നാൽ ആരാധിക്കപ്പെടുന്നത്. ലാ മഅബൂദ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാധ്യൻ ഇല്ല, ബിഹഖിൻ ഹക്കായിക്കൊണ്ട് അർഹതയോടുകൂടി ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 തൂണുകൾ ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെ നിലനിർത്തുന്ന 2 സ്തംഭങ്ങളുണ്ട്. അതിൽ ലാ ഇലാഹ എന്നതിന് ഒരു ഇലാഹുമില്ല എന്നാണ് നമ്മൾ അർത്ഥം പറയുക. യഥാർത്ഥത്തിൽ അത് അന്നഫിയു എന്നാണ് അതിന് പറയുക. എല്ലാ ഇലാഹുകളെയും നിഷേധിക്കുകയാണ്. ആരാധ്യനായി ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, ശക്തികളുണ്ടോ, ബിംബങ്ങളുണ്ടോ, വിഗ്രഹങ്ങളുണ്ടോ, എന്തുണ്ടോ അതിനെയൊക്കെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. തൊട്ടു മുന്നേ നിങ്ങൾ കേട്ടു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. പക്ഷേ അതോടൊപ്പം എന്തുകൂടി വേണം? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുകയും വേണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ ഒക്കെ നിഷേധിക്കണം. അതും ഇതും എന്ന നിലപാട് പാടില്ല. എല്ലാം ഒരു കടലിലേക്ക് പോകുന്ന ഒഴുകുന്ന പുഴ പോലെ ഇല്ല, അങ്ങനെ ഒന്നില്ല. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണോ? ലാ ഇലാഹ എല്ലാ ഇലാഹുകളെയും നഫീ ചെയ്യണം, നിഷേധിക്കണം. ഇല്ലല്ലാഹ് എന്നിട്ട് ഈ പറഞ്ഞ ഇബാദത്തുകൾ മുഴുവനും അതിലർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും പറയണം. അതാണ് 2ാമത്തെ തൂൺ, 2ാമത്തെ സ്തംഭം. അതിന് അൽ ഇസ്ബാത്ത് എന്ന് പറയും, അഥവാ നിഷേധിക്കലും സ്ഥിരപ്പെടുത്തലും. അൽ ഇസ്ബാത്തു വന്നഫ്യു അറബി പദങ്ങളാണ്. എഴുതി വെച്ചാൽ, പഠിച്ചു വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഉപകാരമുണ്ടാകും. ഇപ്പോ നിനക്ക് നേരെ മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കൂ. അന്നഫ്യു വൽ ഇസ്ബാത്ത് എന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ 2 തൂണുകളാണ്. ഈ 2 തൂണുകളാണ് ആ വാക്കിനെ നിലനിർത്താൻ കാരണമാകുന്ന തൂണുകൾ. ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ ഷഹാദത്ത് ശരിയാവുകയുള്ളൂ. വഹ്ദഹു അവൻ ഏകനാണ്. എന്തിലൊക്കെയാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? ഫീ റുബൂബിയതിഹി വ ഉലൂഹിയതിഹി വ അസ്മാഇഹി വ സിഫാതിഹി. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ,
അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ, അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിൽ. അഥവാ റബ്ബ് എന്ന കാര്യത്തിൽ സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക, ഉടമപ്പെടുത്തുക, അധികാരപ്പെടുത്തുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക തുടങ്ങി അള്ളാഹുവിനെ അവന്റെ അഫ്ആലുകളിൽ, പ്രവർത്തികളിൽ ഏകനാക്കണം. അതിൽ വേറെ ആരെങ്കിലും ഉണ്ട്, ലോകം നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ട്, അള്ളാഹുവിന് സഹായികളായി ചില ആളുകളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അതിനെ അവൻ തകർത്തു കളഞ്ഞിരിക്കും. അള്ളാഹു മാത്രമാണ് റുബൂബിയത്തിന് അർഹതയുള്ളവൻ എന്ന് വിശ്വസിക്കണം. അതിലവൻ ഏകനാക്കണം. രണ്ടാമത്തത് ഉലൂഹിയത്തിൽ അഥവാ ആരാധനയുടെ കാര്യത്തിൽ, ഇബാദത്തുകളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ട എന്തൊക്കെയുണ്ടോ, ഇതിലേറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് അദ്ദുആ, പ്രാർത്ഥന. അതുപോലെ തന്നെ തവക്കുൽ, അതുപോലെ നദർ, നേർച്ച, അദ്ദബ്ഹ്, അറവ്, ബലികർമ്മം, പ്രതീക്ഷയും ഭയവും തുടങ്ങി ഇബാദത്തിന്റെ ഇനങ്ങൾ പരിചയമുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കണം. അതിലൊന്നുപോലും അള്ളാഹു അല്ലാത്തവർക്ക് വക വെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്തത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ. അതിനാണ് അൽ അസ്മാ വസിഫാത്ത് എന്ന് പറയുക. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അൽ ഹുസ്ന, അത്യുത്തമമായ നാമങ്ങൾ, ഏറ്റവും നല്ല നാമങ്ങൾ. അതിൽ അവനെ ഏകനാക്കണം. അതിലടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളുണ്ട്, അസ്സിഫാത്തുൽ ഉല, അത്യുന്നതമായ വിശേഷണങ്ങൾ. ഇതിലെല്ലാം അള്ളാഹു ഏകനാണ്. അതാണ് വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു. നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ അവൻ ഏകനാക്കിയിട്ടുണ്ടോ അതിലൊന്നും അവനൊരു ശരീക്കുമില്ല, ഒരു പങ്കാളിയുമില്ല. റുബൂബിയത്തിൽ വല്ല പങ്കാളിയുമുണ്ടോ? ഇല്ല. ഉലൂഹിയത്തിലുണ്ടോ? ഇല്ല. അസ്മാ വസിഫാത്തിലുണ്ടോ? ഇല്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇതൊരാൾ സാക്ഷ്യം വഹിച്ചാൽ അവസാനത്തെ വാക്ക് കണ്ടില്ലേ, അദ്ഖലഹുല്ലാഹു അലാ മാ കാന മിനൽ അമൽ. ബാക്കിയുണ്ട്. ഈ പറഞ്ഞതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഭാഗം വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസമാണ്. അവിടുന്ന് അബ്ദുൻ ലാ യുഅബദ്, അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ്. അവിടുത്തെ ആരാധിക്കാൻ പാടില്ല, അവിടുത്തെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവിടുത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അവിടുത്തോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. ആരാധനയുടെ പരിധിയിൽ വരുന്ന ഒന്നിലേക്കും അവിടുത്തെ നമ്മൾ നിശ്ചയിക്കരുത്. അവിടുന്ന് അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അബ്ദ് എന്ന ആ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതൊക്കെ വളരെ മഹത്തരമായ സ്ഥലങ്ങളിലാണ്. ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അബ്ദ് എന്നാണ്. സൂറത്തുൽ ഇസ്രായിലെ ഒന്നാമത്തെ ആയത്തിൽ അൽ ഇസ്രാ വൽ മിഅ്റാജ്, അവിടെയും അള്ളാഹു അബ്ദ് എന്ന് പ്രയോഗിച്ചു. പല സ്ഥലങ്ങളിലും അള്ളാഹു അബ്ദ് എന്നാണ് പറഞ്ഞത്. ആ അബ്ദ്, അടിമ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മഹത്തരമായ സ്ഥാനമാണ്. അല്ല, പൊതുവെ അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളതാണ് ഒരു സൃഷ്ടിയുടെ ഏറ്റവും വലിയ മേന്മ. കാരണം മലിക്കുൽ ജബ്ബാറായ, രാജാതിരാജനായ, സർവാധിപത്യമുള്ള, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാവുക എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം വേറെയില്ല. നമ്മൾ ആരുടെ അടിമയാണ്? എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹുവിന്റെ അടിമ. കല്ലുകളുടെയോ മരങ്ങളുടെയോ മരണപ്പെട്ടവരുടെയോ ഖബറിൽ കിടക്കുന്നവരുടെയോ നിർജീവ വസ്തുക്കളുടേതോ മൃഗങ്ങളുടേതോ അതുപോലെയുള്ള ഒന്നിന്റെയും അടിമകളല്ല. ഒന്നിനു മുന്നിലും സുജൂദ് ചെയ്യുന്നവരല്ല, ഒന്നിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നവരല്ല. മറിച്ചേകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൻ ലാ യുഅബദ്, ഇത് അവിടുത്തെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസമാണ്. ഇതിൽ പിഴച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ്, അടിമയായി കാണേണ്ടതിന് പകരം ഒരു പ്രയാസം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു തേടുന്ന ആളുകളുണ്ട്. ആരോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? അള്ളാഹുവിനോടാണ്. ദുആ ഇബാദത്താണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ, തേടിയാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് അള്ളാഹുവിനെ ഏകനാക്കുന്നതിൽ നിന്നും ഒരാൾ തെറ്റിപ്പോയിരിക്കുന്നു. വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ലാ യുകദ്ദബ്, അവിടുത്തെ കളവാക്കാൻ പാടില്ല. അവിടുത്തെ കളവാക്കാൻ പാടില്ല. അവിടുത്തെ കാര്യത്തിൽ അവിശ്വസിക്കാൻ പാടില്ല. അവിടുന്ന് അള്ളാഹു അയച്ച റസൂലാണ്, നബിയാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അവിടുത്തേക്ക് നുബുവത്തുണ്ട്. അവിടുത്തെ അള്ളാഹു നുബുവത്ത് നൽകി ആദരിച്ചിരിക്കുന്നു. അവിടുത്തേക്ക് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട് എന്ന് തുടങ്ങി റസൂലാണ്, നബിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതങ്ങ് അംഗീകരിക്കാത്ത ആളുകളാണ് യഹൂദ നസാറാക്കളും അതുപോലെയുള്ള സത്യനിഷേധികളും. ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഷഹാദത്തിൽ അടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തണം. അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ സ്വഹീഹായി വന്ന അവിടുത്തെ വാക്കുകൾ മുഴുവനും നാം അംഗീകരിക്കണം. അതിനെ കളവാക്കാൻ പാടില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ ആണ് അതിന് പറയുക. രണ്ടാമത്തെ കാര്യം ത്വാഅതുഹു ഫീമാ അമർ, അവിടുന്ന് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്നവിടുത്തെ കൽപ്പന വന്നാൽ അനുസരിച്ചിരിക്കണം. എങ്ങനെയാണോ അത് നടപ്പിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നടപ്പിലാക്കണം. സാധിക്കുന്ന രൂപത്തിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജീവിതത്തിൽ പാലിക്കണം. മൂന്നാമത്തേത് വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അവിടുന്ന് ചില കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കണം. മറ്റുള്ള ആളുകൾ ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഈ ഷഹാദത്ത് ശരിയാവണമെങ്കിൽ അവിടുന്ന് വിലക്കിയ കാര്യത്തിൽ നിന്നും ഒരാൾ പരിപൂർണമായി മാറി നിൽക്കണം. നാലാമത്തെ കാര്യം വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ, അവിടുന്ന് ശറഅാക്കിയത് കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. അവിടുന്ന് പഠിപ്പിച്ചത് പോലെയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. ഇതാണ് ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തിൽ അടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങൾ. ഇതൊരാൾ അംഗീകരിച്ചാൽ മാത്രമേ മൻ ഷഹിദ എന്ന വാക്കിൽ അയാൾ ഉൾപ്പെടുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ ചെയ്താൽ അയാൾ സാക്ഷ്യം വഹിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പറ്റുമോ? ഇല്ല, അതിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. ഇത് കേവലം ഒരു വാക്ക്, വെറുതെ പറയുന്ന വാക്കോ വർത്തമാനമോ അല്ല. ഇതൊക്കെ ഒരാൾ പാലിച്ചാൽ മാത്രമേ മൻ ഷഹിദ, ഒരാൾ സാക്ഷ്യം വഹിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ സാക്ഷ്യം ശരിയായാൽ അള്ളാഹു അയാളെ സ്വർഗത്തിലാക്കുമെന്നാണ്. ഇത് അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം.
അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അൽ ഇഖ്ലാസിനെ അറിയിക്കുന്നു. ഒരാൾ ഈ ഷഹാദത്ത് ചൊല്ലിയാൽ പിന്നെ അയാളുടെ കർമ്മങ്ങൾ മുഴുവനും ഇഖ്ലാസുള്ള കർമ്മമായിരിക്കണം. ഏത് ഇബാദത്ത് അയാൾ ചെയ്യുമ്പോഴും തന്റെ റബ്ബിന് മാത്രമാക്കിക്കൊണ്ട് ചെയ്യണം. അതിൽ ശിർക്കിന്റെ ലാഞ്ചന പോലും കടന്നു വരാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇനി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതിൽ തന്നെ ലോകമാന്യത കടന്നു വരിക എന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആളുകൾ കാണട്ടെ, ആളുകൾ കേൾക്കട്ടെ, ആളുകൾ പുകഴ്ത്തട്ടെ, ഇങ്ങനെ ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അൽ മുതാബഅ അല്ലെങ്കിൽ അൽ ഇത്തിബാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും യോജിച്ചാൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് നോക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കേവലം ഒരു വർത്തമാനമല്ല, കേവലം ഒരു വാക്കല്ല. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ശിർക്കിലും ബിദ്അത്തിലും ഒക്കെ കഴിഞ്ഞുകൂടി അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്, ഒരു സ്വർഗത്തിൽ പോകൂലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും പറയാൻ പറ്റും എന്ന് ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് ഈ ആളുകളൊക്കെ മരിച്ചു എന്നത് ഈ ആളുകൾ പറയുന്നതാണ്. യാതൊരു തെളിവും അതിനില്ല. ഇനി അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ, വെറുതെ പറഞ്ഞാൽ മതിയോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ പറഞ്ഞാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ, കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, മരിക്കുന്ന സമയത്ത് ഫിർഔൻ പോലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ചോദിച്ചത് ആൽ ആൻ, ഇപ്പോഴോ? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയപ്പോഴാണോ? ഇപ്പോഴാണ് നിനക്കിത് പറയാൻ സമയം കിട്ടിയത്? അവസാനം ഒരാൾ പറഞ്ഞു എന്നത് ഈ ശിർക്ക് ചെയ്യുന്ന അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആദർശം ശരിയാണ് എന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചാൽ ഒരുപാട് വിശദീകരിക്കണ്ടോ? കൂടുതലൊന്നും കേട്ടിട്ടില്ല, വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ തന്നെയാണ്. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ഷഹാദത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമയാണെന്നും റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചാൽ, ലോകത്ത് വലിയൊരു വിഭാഗം പിഴച്ചുപോയിട്ടുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലാണ്. നസാറാക്കൾ, അതുപോലെ തന്നെ യഹൂദികൾ. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് അബ്ദാണ്, അടിമയാണ് എന്ന് മറന്നുകൊണ്ട് അവർ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി. ഇന്നല്ലാഹ സാലിസു സലാസ എന്ന് പറഞ്ഞു. അള്ളാഹു മൂന്നിലൊരാളാണ്. അതുപോലെ തന്നെ അള്ളാഹു തന്നെയാണ് അൽ മസീഹ്, ഈസാ നബി എന്നവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വിശ്വാസം അദ്ദേഹം അബ്ദാണെന്നാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം ജനിച്ച ഉടനെ തൊട്ടിൽ കിടക്കുമ്പോൾ പറഞ്ഞത് ഖാല ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നാൽ. ഞാൻ അള്ളാഹുവാണ് എന്നോ മൂന്നിലൊരാളാണ് എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അള്ളാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വിശ്വാസം വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയം റളിയല്ലാഹു അൻഹ അവരിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്താണ് ഈസാ നബി അലൈഹിസ്സലാം. എന്താണ് ആ കലിമത്ത്? കുൻ എന്ന വാക്കാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്
സൂറത്തു ആലി ഇമ്രാനിൽ നമുക്ക് കാണാം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. തീർച്ചയായും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണമാണ്. ആദം അലൈഹിസ്സലാമിനെ ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയുണ്ടായി. ثم قال له കുൻ, എന്നിട്ട് അതിനോട് പറഞ്ഞു കുൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഫയകൂൻ, അതുണ്ടായി. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ ആ കലിമത്താണ് ഇട്ടത്. അപ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചതാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആണോ പെണ്ണോ ഇല്ലാതിരുന്ന കാലത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പുരുഷനെ സൃഷ്ടിച്ചു. ആ ആദമിൽ നിന്ന് ഹവ്വാഇനെ സൃഷ്ടിച്ചു. അവർ രണ്ടുപേരിൽ നിന്നും പിന്നീട് മനുഷ്യകുലത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഒരു പിതാവില്ലാതെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയമിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ് കുൻ എന്ന വാക്കാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് നമ്മുടെ വിശ്വാസം. വറൂഹും മിൻ, അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വല്ല അംശവും റുബൂബിയത്തിന്റെ അംശം അല്ലെങ്കിൽ ഉലൂഹിയത്തിന്റെ അംശം അഥവാ റബ്ബാവാനുള്ള ഇലാഹാവാനുള്ള വല്ലതും അതിലുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ്. അത് വിശ്വസിക്കുന്നിടത്ത് നസാറാക്കൾക്ക് പിഴവ് പറ്റിപ്പോയി. വറസൂലുഹു, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്. ഈ കാര്യത്തിൽ യഹൂദികൾക്ക് അബദ്ധം സംഭവിച്ചു. അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. അവർ അദ്ദേഹത്തെ കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തെ കൊന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാവണം. അവിടുത്തെ കുറിച്ച് അബ്ദാണ്, റസൂലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്. ഒരാൾ سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. ആരാണോ സ്വർഗം സത്യമാണ് എന്നും നരകം സത്യമാണ് എന്നും സാക്ഷ്യം വഹിക്കുന്നത്, അഥവാ മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങൾക്ക് പുറമെ സ്വർഗവും നരകവും സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെ ഷഹാദത്തിന്റെ ഭാഗമാണ്. അഹ്ലുസുന്ന വൽ ജമാഅ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള അവരുടെ വിശ്വാസം സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. സ്വർഗമെന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വഴിപ്പെട്ടവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആരാണോ ഈമാനും അമലു സാലിഹാത്തും അഥവാ വിശ്വാസം ശരിയാക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, അവർക്കാകുന്നു അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത്. നരകമെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ നിഷേധിച്ച, അവന്റെ റസൂലിനെ നിഷേധിച്ച, അവന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ
അതുപോലെ തന്നെ പാപികളായ ആളുകൾ, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതാണ്. ഇത് രണ്ടിലും സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കണം. അത് ഹക്കാണത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിശ്വാസം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു നമ്മെ അറിയിച്ചത് കേവലം അത് കെട്ടുകഥകളല്ല, യാഥാർത്ഥ്യമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള അവന്റെ വ്യത്യാസം, ദൈർഘ്യം അവന്റെ മരണമാണ്. മരണത്തോടുകൂടി സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയും പിന്നീട് ഖബറിൽ ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ ലഭിക്കുകയും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഒരു കാഫിർ, ഒരു നിഷേധി, ഒരു മുശ്രിക്, അവനും നരകവുമായുള്ള ദൈർഘ്യം, വ്യത്യാസം എന്നത് അവന്റെ മരണമാണ്. അവൻ മരിക്കലോടുകൂടി നരകത്തെ തൊട്ടുള്ള വാർത്തകളാണ് അവൻ അറിയിക്കപ്പെടുക. പിന്നീട് അവന്റെ ഖബറും അതുപോലെ പരലോകം, അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നരകത്തിലേക്കും. ഇത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ് സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു അറിയിച്ചു തന്നത് അർളുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ വിശാല വിസ്തൃതിയുള്ളതാണ് ആ സ്വർഗം. വിശാല വിസ്തൃതിയുള്ള സ്വർഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ എന്താണോ ഒരു മനസ്സ് ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്, അതുണ്ട്. അതിലേറ്റവും വലിയ സ്വർഗത്തിലെ സുഖം അന്നദറു ഇലാ വജ്ഹില്ലാഹ്, അള്ളാഹുവിനെ കൺകുളിർക്കെ കാണലാണ്. അള്ളാഹു സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങൾ, സുഖാനുഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് അതിൽ വെച്ച് ഏറ്റവും വലുത്. അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം നിസാരമായി തോന്നും മുഅ്മിനീങ്ങൾക്ക്. ആ സ്വർഗം ഹക്കാണെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്വർഗത്തെക്കുറിച്ച് സഹോദരങ്ങളെ ഈ 3-4 വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. സ്വർഗം അതിവിശാലമാണ് എന്നതുപോലെ തന്നെയാണ് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തുകളും. അതേപോലെ തന്നെയാണ് നരകം. അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യമാണ് നരകം. നരകം എന്നത് അതിന്റെ അഗാധ ഗർത്തവും കത്തിയെരിയുന്ന തീയും തീജ്വാലകളും അതിലെ ചൂടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. കുറച്ചാലം നരകത്തിൽ കിടക്കാലോ, എന്നിട്ട് സ്വർഗത്തിൽ പോവാലോ എന്നൊരു പ്രതീക്ഷ നേരത്തെ ആദ്യത്തെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും കയറുമല്ലോ എന്നൊരാളും ധരിച്ചു വെച്ചു പോകരുത്. നരകത്തിലെ നിസാരമായ ശിക്ഷ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 2 ചെരുപ്പുകൾ അണിയിക്കൂ. തീയിന്റെ ആ നരകത്തിലെ 2 ചെരുപ്പുകൾ അണിയിക്കപ്പെട്ടാൽ തലയോട്ടി തിളച്ചുമറിയുമെന്നാണ്. അത് ചെറിയ ശിക്ഷയാണ് നരകത്തിൽ. ആ നരകത്തിലെ കുളിനീര് എന്നത് ഈയം ഉരുക്കിയതുപോലെയുള്ള, അതിങ്ങനെ കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ മുഖം കരിഞ്ഞു പോകുമാറും ജ്വലിച്ചു നിൽക്കുന്ന ചൂടുള്ള ചുട്ടുകൊള്ളുന്ന പാനീയമാണ് നൽകപ്പെടുക. നിസ്സാരമല്ല കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നത്, ഈ പറഞ്ഞതൊക്കെ ഒരാൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ വിശ്വാസമായി കഴിഞ്ഞാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു സ്വർഗം നൽകും അയാളുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, പ്രവർത്തനത്തിനനുസരിച്ച്. അഥവാ സഹോദരങ്ങളെ,
സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ രണ്ട് രൂപത്തിലാണ്. ശിർക്കോ മഅസിയത്തോ അഥവാ പാപങ്ങളോ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, തൗഹീദ് പൂർത്തീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണമായി നരകത്തിന്റെ സ്പർശനമേൽക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിന്റെ സ്പർശനമേൽക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നത് അതാണ് ഫഖദ് ഫാസ്. അല്ലാഹു പറഞ്ഞില്ലേ, ആരാണോ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫഖദ് ഫാസ, വിജയിച്ചിരിക്കും. ഏറ്റവും വലിയ വിജയം ഇതാണ്. ആദ്യത്തത്, ഒന്നാമത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപൂർണമായ പ്രവേശനം. രണ്ടാമത്തേത് പ്രവേശിപ്പിക്കും, ഒരുപക്ഷെ നരകത്തിലെ ശിക്ഷകൾക്ക് ശേഷമായിരിക്കും. തൗഹീദിനെ പൊളിച്ചുകളയാത്ത, ശിർക്കോ കുഫ്റോ സംഭവിക്കാത്ത, എന്നാൽ ഈമാനുണ്ട്, ഈമാൻ പൊളിച്ചുകളയാത്ത, തൗഹീദ് പൊളിച്ചുകളയാത്ത, വിശ്വാസത്തിന്റെ ഒരു തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് നരകത്തിലെ ശിക്ഷ നൽകിയതിന് ശേഷം, അതിന് അർഹനാണെങ്കിൽ നൽകിയതിന് ശേഷം അയാളെ പിന്നീട് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രണ്ട് രൂപങ്ങൾ. സഹോദരങ്ങളെ, ആദ്യത്തതിനാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പ്രാധാന്യം നൽകേണ്ടത്. എപ്പോഴെങ്കിലും കയറും, തൗഹീദ് ഉണ്ടല്ലോ വിചാരിച്ച് നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് അദ്ഖലഹുല്ലാഹു അലാ മാ കാന മിനൽ അമൽ. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് സ്വർഗത്തിലെ പദവികളും മറ്റു കാര്യങ്ങളും. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമുക്കുള്ള പ്രചോദനമാണ്. ഈമാൻ നന്നാക്കാൻ, തൗഹീദ് അത്ര കണ്ട് നമ്മൾ സാക്ഷാത്കരിക്കാൻ, പൂർത്തീകരിക്കാൻ, യഥാർത്ഥ വിശ്വാസികളാവാൻ, മുഅ്മിനീങ്ങളാവാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടവരാവാൻ അഹോരാത്രം പരിശ്രമിക്കുക എന്നതാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത അറിയിക്കുന്ന ഹദീസുകളിൽ ഒന്നാണ്. രണ്ടാമത്തെ ഹദീസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്ന അഫ്ളല മാ നുഇദു ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ മുന്നൊരുക്കം നടത്തുന്ന അഥവാ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ദുനിയാവിൽ മറ്റെന്തൊക്കെ നമ്മൾ സ്വരുക്കൂട്ടിയാലും ഈ കാര്യം ഒരാളുടെ അടുക്കൽ ഇല്ലാതെ പോയാൽ ബാക്കി എന്തയാൾ സ്വരുക്കൂട്ടിയിട്ടും കാര്യമില്ല. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്ത് നമുക്ക് ഇപ്രകാരം കാണാം: فاستجاب لهم ربهم أني لا أضيع عمل عامل منكم. അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി, നിങ്ങളിൽ ഒരാളുടേതും ഒരു അമലും, അയാൾ ചെയ്ത ഒരു സൽക്കർമ്മവും അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിച്ചത് അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ്, തൗഹീദുള്ള ആളുകളെ കുറിച്ചാണ്, ഇഖ്ലാസുള്ള ആളുകളെ കുറിച്ചാണ്. അള്ളാഹു അവരെ ഖിയാമത്ത് നാളിൽ ഒരിക്കലും നിന്ദിക്കുകയില്ല. അള്ളാഹു ഒരിക്കലും ഖിയാമത്ത് നാളിൽ തൗഹീദിന്റെ ആളുകളെ നിന്ദിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്സനുൽ ഹസനാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നന്മകളിൽ ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം
മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സാക്ഷ്യവും അദ്ദേഹത്തെ കുറിച്ചുള്ള വിശ്വാസവും അതുപോലെ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ മഹത്തായ വിശ്വാസത്തിൽ ആദർശത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അതിലായി അല്ലാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.